സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക്, ഒരു കുഞ്ഞു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ നിങ്ങളുടെ കൂടെ ഞാൻ ശ്രുതി ടീച്ചറാണ് കേട്ടോ. പരീക്ഷാ കാലമൊക്കെയാണ്, അപ്പോ മാതൃഭാഷാ ദിനമൊക്കെയാണ് അല്ലെ. അതിനോടനുബന്ധിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ ഇടയ്ക്ക് LSS ഉണ്ട്, USS ഉണ്ട് എന്ന് വേണ്ട നിരവധി പരീക്ഷകളുണ്ട്. നമ്മുടെ ആനുവൽ എക്സാമിന്റെ സമയത്തും ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങൾ അല്ലെ, വളരെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, മലയാളം പഠിക്കുന്നവരെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ടീച്ചർ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത്. നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം. ഇതാണ് പുരസ്കാരങ്ങൾ. നിരവധി പുരസ്കാരങ്ങളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ. ജ്ഞാനപീഠ പുരസ്കാരം, വയലാർ അവാർഡ്, ഇതൊക്കെ ടീച്ചർ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിലുണ്ട്. എല്ലാവരും അത് നോക്കണം. ഇന്ന് ഏതൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാട്ടോ. ഓക്കെ, അപ്പൊ ചാനൽ കാണുന്നവർ, ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്തവര് എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്തേക്കുക. കാരണം ഇനി പരീക്ഷ കാലമാണ്, നിങ്ങൾക്ക് ചോദ്യങ്ങൾ വേണം, അതുപോലെ നോട്ട്സുകൾ വേണം. അതിന്റെ എല്ലാം ഓട്ടപ്പാച്ചിലിനിടയിൽ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തില്ലല്ലോ, അതിലുള്ള ടെൻഷൻ ഒന്നും വേണ്ട, ഇപ്പൊ തന്നെ അങ്ങ് ജോയിൻ ചെയ്തേക്കട്ടോ, അത് കണ്ട ഉടനെ തന്നെ. അപ്പോ നമുക്ക് നേരെ പോകാം. പുരസ്കാരങ്ങൾ. ടീച്ചർ ഒരു ചോദ്യം ചോദിക്കുകയാണ്. 2023 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ സിനിമ ഏതാണ് എന്നാണ് ചോദ്യം. സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു മേഖലയാണ്. അപ്പോ സിനിമാ രംഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾ സാധ്യതയുണ്ട്. 2023 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ സിനിമ ഏതാണ്? നിങ്ങൾക്ക് ഏതാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മനസ്സിലേക്ക് വരുന്ന ഒരു ഉത്തരം എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. അപ്പൊ ഉത്തരം ഏതാണെന്ന് നോക്കാം. ചലച്ചിത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, നമ്മുടെ സിനിമയെ കൊണ്ട് തന്നെയാണ് പറയുന്നത് അല്ലെ. സിനിമയെ കൊണ്ട് തന്നെയാണ് പറയുന്നത്. ചലച്ചിത്രം എന്ന് പറഞ്ഞാൽ സിനിമ എന്നാണ് കേട്ടാ. ചലച്ചിത്രം സിനിമയെ കൊണ്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിലൊരു കൺഫ്യൂഷൻ വേണ്ട. നമ്മുടെ കേരളത്തിന്റെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ സിനിമ ഏതാണ്? അതും ഏതാണ് വർഷം? 2023 22 ഒന്നല്ല ചോദിക്കുന്നത്. അപ്പോൾ ഉത്തരം ഇതാണ്, നൻപകൽ നേരത്ത് മയക്കം. നൻപകൽ നേരത്ത് മയക്കം ആരാണ്? സൂപ്പർ സ്റ്റാർ നമ്മുടെ മമ്മൂക്കയാണ്. മമ്മൂട്ടി അഭിനയിച്ച അതിമികച്ച ഒരു സിനിമയാണ് അല്ലെ. മമ്മൂക്ക അഭിനയിച്ച നൻപകൽ നേരത്ത് മയക്കം എന്ന് പറയുന്ന സിനിമയാണ്. ഇതിന്റെ സംവിധായകൻ എന്ന് പറയുന്നത് ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ്. അതും കൂടെ ഒന്ന് ഓർത്തു വെക്കുക. നൻപകൽ നേരത്ത് മയക്കം എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകൻ ആരാണ് എന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് ഉത്തരമുണ്ടായിരിക്കണം. സംവിധായകൻ. അഭിനയിച്ചത്, നായകനായിട്ടുള്ളത് മമ്മൂക്കയാണ് അല്ലെ. മമ്മൂട്ടി എന്ന് ഉത്തരം എഴുതാം. ലിജോ ജോസ് പെല്ലിശ്ശേരി. പെല്ലിശ്ശേരിയാണ് അല്ലെ. അപ്പോൾ ഏതാണ് സിനിമ? ഇപ്പൊ തന്നെ പഠിച്ചോളൂ. നൻപകൽ നേരത്ത് മയക്കം. എനിക്ക് തോന്നുന്നത് ഈ ചോദ്യം എല്ലാവർക്കും അറിയാൻ സാധ്യതയുണ്ട് എന്നാണ്. എല്ലാവരും ഞാനിത് പറയുമ്പോ അവിടുന്ന് ഉത്തരങ്ങൾ വിളിച്ചു പറയുന്നുണ്ടാവണം അല്ലെ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എഴുത്തച്ഛൻ പുരസ്കാരമാണ്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ് എന്നാണ്. 4 ഓപ്ഷനുകൾ ഇവിടെ ഉണ്ട്. ഇതിൽ ആർക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം 2023 ലഭിച്ചത് എന്നാണ്. SK വസന്തനാണ്. ഡോക്ടർ SK വസന്തൻ, സേതു, P വത്സല, സക്കറിയ. ആർക്കാണ്? SK വസന്തനാണോ, സേതുവിനാണോ, P വത്സലയ്ക്കാണോ, സക്കറിയയ്ക്കാണോ? ഉത്തരം എന്ന് പറയുന്നത് മക്കളെ SK വസന്തനാണ്. ഡോക്ടർ SK വസന്തൻ. അദ്ദേഹത്തിനാണ് 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. 2023. ഇനി ഓപ്ഷനിലുള്ള ബാക്കിയുള്ളവർക്ക് ലഭിച്ചത്, എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഓപ്ഷനിലെ ബാക്കി 3 പേരുണ്ടായിരുന്നു. അവരുടെ വർഷം നമുക്കൊന്ന് നോക്കാം. ഇത് 2023 ആണെങ്കിൽ ഇത് സേതുവിന് 2022 P വത്സലയ്ക്ക് 2021 ഇതിന്റെ തൊട്ട് മുന്നത്തെ വർഷം അല്ലെ. പിന്നെ സക്കറിയയ്ക്ക് 2020. അപ്പൊ 3 പേരെയും നമ്മള് ഒന്ന് ഓർത്ത് വെക്കുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഒട്ടും പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ 2023 SK വസന്തനെയും നിങ്ങൾ ഓർക്കുക. പിന്നെ 2021 ലഭിച്ച P വത്സല ടീച്ചറെയും നിങ്ങൾ ഓർത്ത് വെക്കുക. കാരണം എന്താണ്? വത്സല ടീച്ചർ ഈയിടെയാണ് മരണപ്പെട്ടത്. അപ്പൊ ടീച്ചറിനെ പറ്റിയുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അത് ടീച്ചർക്ക് തോന്നിയതുകൊണ്ടാണ് അത് പറഞ്ഞത്. P വത്സല ട്ടോ, വത്സല ടീച്ചർ നോക്കാം നമുക്ക്. P വത്സല ടീച്ചർ, ഇവര് മരിച്ചിട്ടുണ്ട്. അപ്പൊ അവരുടെ ആത്മകഥയുടെ പേരും കൂടെ നമ്മൾ ഒന്ന് പഠിക്കുക. കിളിക്കാലം ട്ടോ. P വത്സലയുടെ ആത്മകഥയുടെ പേര് കിളിക്കാലം എന്നാണ്.
കിളിക്കാലം എന്നാണ്. അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. കാരണം എന്താണ്, വത്സല ടീച്ചർ ഈയിടെ മരിച്ച അല്ലെങ്കിൽ അന്തരിച്ച ഒരു മരണപ്പെട്ട എഴുത്തുകാരി എന്നുള്ള നിലയിൽ ഈ ചോദ്യം നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പോ 2022, 2021, 2020 നമ്മൾ പഠിച്ചു. 2023 SK വസന്തനാണ്. ആദ്യം എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ശൂരനാട് കുഞ്ഞൻ പിള്ള. കുഞ്ഞനാണ് അച്ഛൻ എന്ന് ഓർത്താ മതി. ശൂരനാട് കുഞ്ഞൻ പിള്ളയ്ക്കാണ് എപ്പോ ആദ്യത്തെ, അല്ലേ? നമ്മൾ ഇപ്പൊ ഉള്ളത് പഠിക്കുമ്പോ ആദ്യത്തെ കൂടെ പഠിച്ചു വെക്ക. അപ്പൊ ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻ പിള്ളയാണ്. അപ്പൊ എഴുത്തച്ഛൻ കുഞ്ഞൻ ഒന്ന് ഓർത്താ മതി. അച്ഛൻ കുഞ്ഞനാണ്, അച്ഛൻ കുഞ്ഞനാണ് എന്ന് ഓർത്താ മതി കേട്ടോ. ഫസ്റ്റ് ശൂരനാട് കുഞ്ഞൻ പിള്ളയ്ക്കാണ് ആദ്യ എഴുത്തച്ഛൻ പുരസ്കാരം. ഇപ്പോഴത്തത് 2023 SK വസന്തൻ. ടീച്ചർ അടുത്തതിലേക്ക് പോവാണ്. വത്സല ടീച്ചറത് കാര്യം ഒന്ന് ഓർക്കണം എന്ന് പറഞ്ഞു. ഇനിയുള്ള പുരസ്കാരം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നമ്മൾ നോക്കി, സിനിമ നോക്കി. അത് കഴിഞ്ഞിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം നോക്കി. ഇനി ഓടക്കുഴൽ, ഓടക്കുഴൽ നാദം കേൾക്കുന്നുണ്ടോ? ആരാണ് ഓടക്കുഴൽ നാദം? ഓടക്കുഴൽ ഊതാർ ആരാണ്? കൃഷ്ണനാണ് അല്ലേ? അപ്പൊ നമ്മുടെ ഉത്തരത്തിന് കൃഷ്ണനുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. 2023 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് PN ഗോപികൃഷ്ണൻ, അംബികാസുധൻ മാങ്ങാട്, സാറ ജോസഫ്, N പ്രഭാകരൻ. ടീച്ചർ അങ്ങനെ പറഞ്ഞത് കൊണ്ട് നിങ്ങൾ ഉത്തരം ഉറപ്പിക്കും. PN ഗോപികൃഷ്ണനാണ് 2023 ഓടക്കുഴൽ അവാർഡ് നേടിയത് അല്ലെ? PN ഗോപികൃഷ്ണൻ. മറന്നു പോകല്ലേ, PN ഗോപികൃഷ്ണനാണ് 2023 ഓടക്കുഴൽ അവാർഡ്. ഇനി ബാക്കിയുള്ളവരെയും കൂടി നമുക്കൊന്ന് നോക്കാം. PN ഗോപികൃഷ്ണന്റെ കവിത മാംസഭോജിയാണ്, എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിനാണ് അവാർഡ് കിട്ടിയത് കേട്ടോ. ഓടക്കുഴൽ അവാർഡ് കൃതികൾക്കാണ് നൽകാറ്. അപ്പോൾ കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് PN ഗോപികൃഷ്ണൻ അവാർഡ് കിട്ടിയത്. ഇനി ബാക്കിയുള്ളവർ, അംബികാസുധൻ മാങ്ങാടായിരുന്നു അടുത്ത ഓപ്ഷനിലുള്ള ആള്. അപ്പൊ അംബികാസുധൻ മാങ്ങാട് 2022 അതായത് കഴിഞ്ഞ വർഷത്തെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് അംബികാസുധൻ മാങ്ങാടിന്റെ പ്രാണവായുവിനാണ് കേട്ടോ. പ്രാണവായുവിന്. പിന്നെ 2021 സാറ ജോസഫിന് കിട്ടി, ബുധിനിക്കാണ് കിട്ടിയത്, ബുധിനിക്ക്. ഇനി 2020 അവാർഡ് നൽകിയിരുന്നില്ല. നോ അവാർഡ് കേട്ടോ, അവാർഡ് നൽകിയിരുന്നില്ല. ഇത് ഓർത്ത് വെക്കണമെന്നൊന്നുമില്ല. കാരണം നിങ്ങളോട് ഇപ്പൊ എന്തായാലും 2023 22 ഒന്ന് അറിഞ്ഞു വെക്കുക. N പ്രഭാകരന് 2019 ആണ് അവാർഡ് കിട്ടിയത് എന്നും കൂടെ ഓർത്ത് വെക്കാം. ഇനി നിങ്ങളോട് ഇന്ന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ലൈവ് ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്: അഗ്നിസാക്ഷി ആരുടെ കൃതിയാണ്? കാരണം ഇതൊരു ആദ്യത്തെ ഒരു അവാർഡ് നേടിയ ഒരു കൃതിയാണ്. അഗ്നിസാക്ഷി എന്ന് പറയുന്നത് ആരുടെ കൃതിയാണ്? നിങ്ങൾ ഇപ്പൊ തന്നെ കമന്റ് ചെയ്യുക. ഇപ്പൊ തന്നെ നിങ്ങള് ഇതിനുള്ള ഉത്തരം കമന്റ് ആയിട്ട് എഴുതുക. അതേപോലെ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ എന്നും കൂടെ കമന്റ് ചെയ്യുക. അപ്പൊ മറ്റു ചോദ്യങ്ങളും ഉത്തരങ്ങളും അല്ലെങ്കിൽ മറ്റൊരു അടിപൊളി ക്ലാസ്സും ആയിട്ട് ടീച്ചർ ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ. ഇറ്റ്സ് മീ ശ്രുതി വൈശാഖ് ഫ്രം സൈലം ലേണിംഗ്.